നമസ്കാരം. 2026-ൽ ദക്ഷിണേന്ത്യ വീണ്ടും സംഘർഷത്തിന്റെ തീപ്പൊരിയിലേക്ക് തള്ളപ്പെടുമോ എന്ന ചോദ്യം ഇന്ന് വെറും അഭ്യൂഹമല്ല. അമേരിക്കൻ കേന്ദ്രമായ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് പുറത്തുവിട്ട റിപ്പോർട്ട് അതിന് വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ പോലൊരു സൈനിക ഏറ്റുമുട്ടൽ വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ആവർത്തിക്കപ്പെടാനുള്ള സാഹചര്യം രൂപപ്പെടുകയാണെന്ന് CFR അതിൽ തുറന്നു പറയുകയാണ്. ഇത് ഇന്ത്യ സൃഷ്ടിച്ചതല്ല, മറിച്ച് വർഷങ്ങളായി ഭീകരവാദത്തെ ഒരു തന്ത്രമായി ഉപയോഗിക്കുന്ന പാകിസ്ഥാന്റെ നയങ്ങളുടെ സ്വാഭാവിക ഫലമാണ്. ഇന്ത്യയുടെ ക്ഷമയെ ദുർബലതയായി തെറ്റിദ്ധരിച്ച പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളും ഭീകര ക്യാമ്പുകളിലൂടെയും സ്ഥിരമായ സമാധാനത്തെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ നയം ശ്രദ്ധേയമാകുന്നത്. ഭീകരതയും ചർച്ചയും ഒരുമിച്ച് നടക്കില്ല എന്ന മോദിയുടെ നിലപാട് വെറും രാഷ്ട്രീയ പ്രസ്താവനയല്ല, അത് ഇന്ത്യയുടെ സുരക്ഷാ സിദ്ധാന്തത്തിന്റെ കേന്ദ്ര ബിന്ദുവാണിന്ന്. സൈനിക ശക്തി, നയതന്ത്ര ദൃഢത, ആഗോള പിന്തുണ, ഈ മൂന്ന് തൂണുകളിലൂടെയാണ് ഇന്ത്യ ഇന്ന് മുന്നേറുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 2026-ലും സായുധ സംഘർഷം ഉണ്ടായേക്കാമെന്ന് US തിങ്ക് ടാങ്ക് ഗ്രൂപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇരുപക്ഷത്തുമുള്ള സൈനിക തയ്യാറെടുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. വിദേശകാര്യ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചാണ് ഇത്തരമൊരു റിപ്പോർട്ട് CFR തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ മേയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ 22 സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് അന്ന് തുടക്കമിട്ടത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ ആക്രമണത്തിന് മറുപടിയുമായി പാക് സൈന്യം എത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷമായി മാറി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി. 4 ദിവസത്തോളം നീണ്ടുനിന്ന സൈനിക ഏറ്റുമുട്ടലാണ് അന്നുണ്ടായത്. ഡ്രോണുകൾ, മിസൈലുകൾ തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങളും ഇരു രാജ്യങ്ങളും പ്രയോഗിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നും തുടരുകയാണെന്നും ഇന്ത്യ പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്തിടെ മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ വാങ്ങുന്നതിനായി 79,000 കോടി രൂപയുടെ പ്രതിരോധ ഇടപാടുകൾക്ക് ഇന്ത്യ നടപടി തുടങ്ങി വെച്ചിട്ടുമുണ്ട്. മറുവശത്ത് പാകിസ്ഥാനും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കം ശക്തമാക്കാൻ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. 2026-ൽ ഇന്ത്യക്ക് പുറമെ അഫ്ഗാനും പാകിസ്ഥാനെ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് CFR റിപ്പോർട്ടിലുള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിൽ സായുധ സംഘർഷത്തിന് 2026-ൽ സാധ്യതയുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 2600 കിലോമീറ്റർ നീളമുള്ള അതിർത്തിയിലെ തർക്കങ്ങളും അഫ്ഗാനിൽ നിന്നുള്ള ഭീകരാക്രമണങ്ങളും പാകിസ്ഥാന് ഭീഷണിയാണ്. CFR റിപ്പോർട്ട് ഇന്ത്യയുടെ സൈനിക തയ്യാറെടുപ്പുകളെ സൂചിപ്പിക്കുന്നത് ആക്രമണാത്മകമായി അല്ല, മറിച്ച് സ്വയം രക്ഷയുടെ അനിവാര്യതയായാണ്. അതേസമയം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിക്കുന്നുവെന്ന പരാമർശം ഇസ്ലാമാബാദിന്റെ അന്താരാഷ്ട്ര ഒറ്റപ്പെടലിന്റെ തെളിവാണ്. ഭീകരതയെ വളർത്തി അവസാനം സ്വന്തം തലയിൽ തന്നെ തീ കൊളുത്തിയ രാജ്യമായി പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. 2026-ലെ സാധ്യതയുള്ള സംഘർഷത്തെ കുറിച്ചുള്ള CFR മുന്നറിയിപ്പ് ഇന്ത്യയെ ഭയപ്പെടുത്തുന്നതല്ല, മറിച്ച് ഇന്ത്യയുടെ നിലപാട് ശരിയായ ദിശയിലാണ് എന്നതിനുള്ള ആഗോള അംഗീകാരം കൂടിയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇനി പഴയ കാലത്തെ മൗനദർശക രാജ്യമല്ല. ആക്രമണം ഉണ്ടായാൽ മറുപടി ഉറപ്പാണെന്ന സന്ദേശം ഇന്ത്യ വ്യക്തമായി പലകുറി നൽകി കഴിഞ്ഞു. ഉറയിലും ബാലാക്കോട്ടിലും ലോകം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പാകിസ്ഥാൻ കൂടുതൽ ഭയത്തിലാണ്. കാരണം ഭീകരത എന്ന ആയുധം ഇനി ഫലപ്രദമല്ല എന്ന് അവർക്ക് വ്യക്തമായി ബോധ്യമായി കഴിഞ്ഞു. പാകിസ്ഥാന്റെ പ്രശ്നം ഇന്ത്യയല്ല, അവരുടെ സ്വന്തം നയ പരാജയങ്ങളാണ് എന്ന് വേണം വിലയിരുത്താൻ. സാമ്പത്തിക തകർച്ച, രാഷ്ട്രീയ അസ്ഥിരത, സൈനികാധിപത്യത്തിന്റെ തളർച്ച, ഇവയെല്ലാം മറയ്ക്കാൻ ഇന്ത്യ വിരോധം എന്ന പഴയ പാട്ട് അവർ വീണ്ടും പാടുന്നു. എന്നാൽ ലോകം മാറി. CFR പോലുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ പോലും പാകിസ്ഥാനെ ഒരു പ്രശ്ന സൃഷ്ടിക്കാരനായി തിരിച്ചറിയുമ്പോൾ ഇന്ത്യ ഒരു ഉത്തരവാദിത്തമുള്ള ശക്തിയായി ഉയർന്നു നിൽക്കുകയാണ് എല്ലായിടത്തും. മോദിയുടെ ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നു, പക്ഷേ ദൗർബല്യത്തിന്റെ വില കൊടുത്തല്ല അത് നേടാൻ ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഭാഗം 2 ഉണ്ടാകുമോ എന്നത് പാകിസ്ഥാന്റെ പ്രവർത്തികളിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ തയ്യാറാണ്, സൈനികമായും നയതന്ത്രമായും മാനസികമായും ഒക്കെ. ഭീകരതയ്ക്ക് മുന്നിൽ തലകുനിയാത്ത, അതിർത്തികൾ കാക്കുന്ന, പൗരന്മാരുള്ള സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ ഈ ദൃഢ നിലപാട് തന്നെയാണ് 21-ാം നൂറ്റാണ്ടിലെ യഥാർത്ഥ ദേശീയത. ചരിത്രം സാക്ഷ്യം വഹിക്കും. സമാധാനം തിരഞ്ഞെടുക്കാൻ അവസരം നൽകിയിട്ടും യുദ്ധം തേടിയാൽ അതിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാന്റേത് മാത്രമായിരിക്കും. മോദിയുടെ ഇന്ത്യ അതിന് തയ്യാറായിരിക്കും എല്ലായ്പ്പോഴും.